ലോകത്തിലെ ഏറ്റവും പ്രശസ്തയായ ഗായിക, ശതകോടീശ്വരി. പക്ഷേ ടേലർ സ്വിഫ്റ്റിന്റെ കഥ കേവലം പാട്ടുകളുടേതല്ല. ഇതൊരു വലിയ പോരാട്ടത്തിന്റെ കഥയാണ്. സ്വന്തം അധ്വാനത്തിന്റെ ഫലം മറ്റൊരാൾ കൊണ്ടുപോയപ്പോൾ തകർന്നു പോകാതെ തന്റെ സാമ്രാജ്യം തിരിച്ചുപിടിച്ച ഒരു ബിസിനസ് ബുദ്ധിമതിയുടെ കഥ. നിങ്ങൾക്കറിയാവോ, ടേലർ സ്വിഫ്റ്റ് തന്റെ പഴയ പാട്ടുകൾ വീണ്ടും റെക്കോർഡ് ചെയ്ത് റിലീസ് ചെയ്യുന്നത് എന്തിനാണ്? വെറുതെ ഒരു കൗതുകത്തിനല്ല, മറിച്ച് കോടിക്കണക്കിന് ഡോളറിന്റെ മ്യൂസിക് ഇൻഡസ്ട്രിയെ മുട്ടുകുത്തിച്ച ഒരു വമ്പൻ മാസ്റ്റർ പ്ലാനിങ്ങിന്റെ ഭാഗമാണത്. അതെന്താണെന്ന് നോക്കിയാലോ. സോ വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. 2005 15 വയസ്സുകാരിയായ ടേലർ ബിഗ് മെഷീൻ റെക്കോർഡ്സ് എന്ന കമ്പനിയുമായിട്ട് കരാറിൽ ഒപ്പിടുന്നു. അടുത്ത 13 വർഷം അവൾ ചെയ്ത 6 ആൽബങ്ങളുടെയും മാസ്റ്റേഴ്സ്, അതായത് യഥാർത്ഥ റെക്കോർഡിങ്ങുകൾ ആ കമ്പനിയുടെ ഉടമസ്ഥതയിലായിരുന്നു. 2019 പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ടേലറുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവളുടെ 6 ആൽബങ്ങളുടെ അവകാശം സ്കൂട്ടർ ബ്രൗൺ എന്ന ബിസിനസ്സുകാരൻ $300 മില്യൺ വാങ്ങി. തന്റെ ശത്രു എന്ന് ടേലർ വിശേഷിപ്പിച്ച ഒരാളുടെ കയ്യിൽ സ്വന്തം പാട്ടുകൾ എത്തിയത് അവളെ തളർത്തി. പക്ഷെ അവിടെയാണ് അവൾ തന്റെ ഏറ്റവും വലിയ ആയുധം പുറത്തെടുക്കുന്നത്. നിയമപരമായിട്ട് മാസ്റ്റർ കോപ്പികൾ സ്കൂട്ടർ ബ്രൗണിന്റെ കൈവശമാണെങ്കിലും പാട്ടുകളുടെ വരികളും ഈണവും ടേലർ ആയിരുന്നു. അതുകൊണ്ടാണ് അവൾ ഒരു തീരുമാനമെടുത്തത്, ഞാൻ എന്റെ പഴയ പാട്ടുകൾ വീണ്ടും റെക്കോർഡ് ചെയ്യും. അങ്ങനെയാണ് ടേലേഴ്സ് വേർഷൻ ജനിക്കുന്നത്. ഓരോ പാട്ടും അതേപടി എന്നാൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ക്വാളിറ്റിയിൽ അവൾ വീണ്ടും പാടി. ഇത് കേൾക്കുമ്പോൾ ലളിതമായിട്ട് തോന്നാം, പക്ഷെ ഇതിന് പിന്നിൽ ഒരു വലിയ ബിസിനസ് തന്ത്രമുണ്ട്. ഒന്നാമത്തെയാണ് ഡിവാലുവേഷൻ. പുതിയ പാട്ടുകൾ ഇറങ്ങുന്നതോടെ പഴയ മാസ്റ്റർ കോപ്പികളുടെ മൂല്യം ഇടിഞ്ഞു. രണ്ടാമത്തെ കാര്യം ഫാൻ സപ്പോർട്ടാണ്. സ്വിഫ്റ്റീസ് എന്ന് വിളിക്കപ്പെടുന്ന ആരാധകർ പഴയ പാട്ടുകൾ കേൾക്കുന്നത് നിർത്തി പുതിയ ടേലേഴ്സ് വേർഷൻ മാത്രം കേൾക്കാൻ തുടങ്ങി. മൂന്നാമത്തെ കാര്യം ലൈസൻസിങ് കൺട്രോൾ ആണ്. സിനിമകൾക്കോ പരസ്യങ്ങൾക്കോ പാട്ടുകൾ ആവശ്യമായിട്ട് വരുമ്പോൾ ടേലർ തന്റെ പുതിയ വേർഷൻ മാത്രം നൽകും. ഇതോടെ പഴയ ഉടമകൾക്ക് ലഭിക്കേണ്ട വരുമാനം നിലച്ചു. ഇന്ന് ടേലർ സ്വിഫ്റ്റ് ഒരു ബില്യണർ ആണ്. അവരുടെ ആസ്തി $1.1 ബില്യൺ കടന്നിരിക്കുന്നു. പഴയ ആൽബങ്ങൾ വീണ്ടും വിറ്റിഴിച്ച് അവൾ കോടികൾ ഉണ്ടാക്കി. ഉദാഹരണത്തിന് 1989 ടേലേഴ്സ് വേർഷൻ റിലീസ് ചെയ്തപ്പോൾ അത് ഒറിജിനലിനേക്കാൾ വലിയ ഹിറ്റായിട്ട് മാറി. ഇത് വെറൊരു മ്യൂസിക് റീ റിലീസ് മാത്രമല്ല, സ്വന്തം ബ്രാൻഡിന്മേൽ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കലായിരുന്നു. സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക് എന്നിവയിൽ നിന്നുള്ള ഭീമമായ റോയൽറ്റിയും ഇപ്പോൾ നേരിട്ട് ടേലറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുതിയ കലാകാരന്മാര് കരാറുകൾ ഒപ്പിടുമ്പോൾ തങ്ങളുടെ മാസ്റ്റേഴ്സ് സ്വന്തമായിരിക്കണം എന്ന നിർബന്ധം പിടിക്കുന്നു. തോറ്റുകൊടുക്കാൻ തയ്യാറാവാത്ത മനസ്സിനും കൃത്യമായ പ്ലാനിങ്ങിനും ലോകത്തെ തന്നെ മാറ്റാൻ കഴിയുമെന്ന് ടേലർ തെളിയിച്ചു. വെറും ഒരു ഗായിക എന്നതിലുപരിയായിട്ട് അവൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും കരുത്തയായ ബിസിനസ് ഐക്കണുകളിൽ ഒന്നാണ്. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള $1 ബില്യൺ കഥകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു.